ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഈ മാസത്തെ ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന കളിക്കുന്നത്. ഉറുഗ്വ, ബ്രസീൽ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള ഒരു ആദ്യ സ്ക്വാഡിനെ സ്കലോണി പ്രഖ്യാപിച്ചിരുന്നു. ദിബാല തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം യുവാൻ ഫോയ്ത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ലയണൽ മെസ്സിയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരും ഇടം നേടിയിട്ടുണ്ട്. ഇതിൽ ചില പുതുമുഖങ്ങൾ കൂടിയുണ്ട്. യുവതാരങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകാൻ സ്കലോണി ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. ബോലോഗ്നയുടെ സ്ട്രൈക്കറായ സാന്റിയാഗോ കാസ്ട്രോ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മികച്ച പ്രകടനം അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട്. 34 മത്സരങ്ങൾ ബോലോഗ്നയോടൊപ്പം കളിച്ച താരം 9 ഗോളുകളും 8 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അർജന്റീനയുടെ ഒരു ഭാവി പ്രതീക്ഷ തന്നെയാണ് സാന്റിയാഗോ കാസ്ട്രോ. അതുപോലെ തന്നെ ബോലോഗ്നയ്ക്ക് വേണ്ടി കളിക്കുന്ന മറ്റൊരു താരമാണ് ബെഞ്ചമിൻ ഡൊമിംഗസ്. അദ്ദേഹം വിങ്ങർ ആയിക്കൊണ്ടാണ് കളിക്കുന്നത്. അദ്ദേഹവും ഒരു പുതുമുഖമാണ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ ക്ലബ്ബായ കോമോക്ക് വേണ്ടി കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് മാക്സിമോ പെറോൺ. വളരെയധികം ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു താരമാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒളിമ്പിയാക്കോസിന് വേണ്ടി കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക് താരമാണ് ഫ്രാൻസിസ്കോ ഓട്ടേഗ. അദ്ദേഹവും ഇപ്പോൾ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലൗഡിയ എച്ചവേരിയെ പിന്നീട് നമ്മൾ പുതുതായി കൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഇദ്ദേഹം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അർജന്റീനയുടെ അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടിയൊക്കെ ഗംഭീര പ്രകടനം നടത്തുന്ന താരമാണ് ക്ലൗഡിയോ എച്ചവേരി. അർജന്റീനയുടെ ഒരു ഭാവി പ്രതീക്ഷയാണ് അദ്ദേഹം. ഭാവി മെസ്സി എന്നൊക്കെ ഉള്ള ഒരു വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എച്ചവേരി കൂടി അർജന്റീനയുടെ ടീമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിക്കോ പാസ് പുതുമുഖമല്ലെങ്കിൽ പോലും അദ്ദേഹം അർജന്റീന ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. സമീപകാലത്ത് ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ഇറ്റാലിയൻ ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ പൂർത്തിയാക്കിയ താരം നിക്കോ പാസ് ആണ്. 52 ഡ്രിബിളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. 6 ഗോളുകളും 4 അസിസ്റ്റുകളും കോമോക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പിടി യുവ താരങ്ങളെ ടീമിലേക്ക് എടുക്കാൻ സ്കലോണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്കലോണി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയമായി, അഴിച്ചുപണിയാൻ സമയമായി എന്ന് സ്കലോണി പറഞ്ഞിരുന്നു. കൂടുതൽ യുവതാരങ്ങൾക്ക് ഇനി മുൻതൂക്കം നൽകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.